നമസ്കാരം. അലാസ്കയിൽ വെച്ച് നടന്ന ട്രംപ് പുതിൻ കൂടിക്കാഴ്ചയുടെ കാണാപ്പുറങ്ങളിലൂടെ ഒരു യാത്ര, അതാണ് ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കാവുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ കാണാപ്പുറങ്ങൾ എന്ന് പറയുന്നത്? ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ ട്രംപും പുടിനും കൂടി വന്ന് നടത്തിയ പ്രസ്താവന അതനുസരിച്ച് ഒരു ചർച്ച നടന്നു. തീരുമാനമൊന്നും ഉണ്ടായില്ല. ഉക്രൈൻ വിഷയത്തിൽ ചർച്ചകൾ തുടരും. അത്രമാത്രമാണ് ഇപ്പോൾ നമുക്കറിയാവുന്നത്. അത് മാത്രമല്ല, ചർച്ചകളിൽ അടുത്ത റൗണ്ട് ഒരു പക്ഷേ മോസ്കോയിൽ വെച്ചായിരിക്കും. അവിടെ പുടിൻ ആതിഥ്യമരുളും എന്ന ഒരു സൂചനയും, അതേക്കുറിച്ച് സ്ഥിരീകരണമില്ല എങ്കിൽ പോലും ഇവിടെ മൊത്തത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പോസിറ്റീവ് ഫീൽ. പക്ഷേ അത് ഉപരിതലത്തിൽ മാത്രമാണ്. ട്രംപ് മുൻകൂട്ടി തന്നെ പറഞ്ഞു 75% വിജയം ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. ചർച്ച പരാജയപ്പെടാനുള്ള സാധ്യത 25% മാത്രമാണ് എന്ന് ട്രംപ് മുൻകൂട്ടി പറയുന്നത്. പക്ഷെ ഇവിടെ കണ്ട ചില കാര്യങ്ങൾ അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. നോക്കൂ, റഷ്യയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാട് ഉണ്ടായിരുന്നു. അവരുടെ സുരക്ഷാ ഭീഷണി റിയലിസ്റ്റിക് ആണ്. ഉക്രൈൻ ഏതെങ്കിലും കാരണവശാൽ നെയ്റ്റോയിൽ ചേരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് റഷ്യയുടെ പടിവാതിൽക്കൽ വരെ അമേരിക്കയുടെ ആണവ പോർമുനകൾ ഉൾപ്പെടെ വിന്യസിക്കപ്പെടും എന്നത് ഒരു യാഥാർത്ഥ്യ ബോധമുള്ള ചിന്ത തന്നെയാണ്. അതുകൊണ്ട് പ്രിയംറ്റീവ് ആക്ഷൻ എന്ന നിലയിൽ ഉക്രൈനെതിരെ സൈനിക നടപടിയിലേക്ക് നീങ്ങി. അതൊരു കാര്യം. രണ്ട്, റഷ്യയുടെ തന്നെ സാമ്രാജ്യത്വ മോഹങ്ങൾ, അതൊരു പക്ഷേ സോവിയറ്റ് കാലഘട്ടത്തിലുള്ള യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്, ഇത് ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമാണോ റഷ്യയുടെ നീക്കങ്ങൾ? ഒന്നൊന്നായി മുൻകാല സോവിയറ്റ് റിപ്പബ്ലിക്കുകളെ പിടിച്ചെടുക്കിക്കൊണ്ട് റഷ്യൻ സാമ്രാജ്യത്വം പഴയ സാറിസ്റ്റ് രീതിയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് രീതിയിലോ ഒന്ന് പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ആദ്യ പടിയായി ഉക്രൈൻ ആക്രമണമാണോ? അതും ഒരു ചിന്ത തന്നെയാണ്. പ്രത്യേകിച്ച് റഷ്യയെ പ്രതിനിധീകരിച്ച് പുടിനോടൊപ്പം വന്ന സർജി ലാവ്റോവ് ഉൾപ്പെടെ, അദ്ദേഹം വിദേശകാര്യമന്ത്രിയാണ്. അദ്ദേഹം ധരിച്ചിരുന്ന ടീഷർട്ടിൽ തന്നെ USSR എന്നാണ് കണ്ടത്. അപ്പൊ ഇതൊക്കെ ഒരു സൂചനയാണെങ്കിൽ ഒരുപക്ഷെ ഈ സാമ്രാജ്യത്വ മോഹത്തിൽ നിന്നും റഷ്യ പിൻവാങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്നതിന്റെ സൂചനയാണോ? അത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട, ചർച്ചയുടെ സ്പിരിറ്റിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും ക്ലിയറായ അജണ്ട പുടിനുണ്ട്. ഒരു യുദ്ധം ചില ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാണ്. ആ ലക്ഷ്യത്തിന്റെ ഏഴയലത്ത് പോലും പുടിൻ എത്തിയില്ല എന്നത് മറ്റൊരു കാര്യം. പക്ഷെ ഒരു ലക്ഷ്യം കൈവരിച്ചു. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന, റഷ്യൻ വംശജർ അധിവസിക്കുന്ന ഉക്രൈന്റെ കിഴക്കൻ പ്രവിശ്യയിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ഓൾറെഡി റഷ്യ കൈവശപ്പെടുത്തി കഴിഞ്ഞു. ഉക്രൈൻ മുഴുവൻ കൈവശപ്പെടുത്തുക എന്നത് ഒരിക്കലും ഒരുപക്ഷെ ഈ റൗണ്ടിൽ റഷ്യയുടെ ഉദ്ദേശം ആയിരുന്നില്ല എന്ന് കൂടി ഓർക്കണം. ഡോൺബാസ് മേഖലയിലെ ഡൊണസ്ക് എന്ന പ്രവിശ്യ, ലുഹാൻസ് എന്ന പ്രവിശ്യ, ഇവിടെയെല്ലാമുള്ള റഷ്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ, അതെല്ലാം തന്നെ ഇപ്പോൾ റഷ്യയുടെ കൈവശമാണ്, വെട്ടിപ്പിടിച്ചതാണ്. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 2022 ഫെബ്രുവരി 24 തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഒരു ഘട്ടത്തിൽ, ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അതെല്ലാം തന്നെ റഷ്യയുടെ കൈവശമാണ്. അതോടൊപ്പം 2014 റഷ്യ പിടിച്ചെടുത്ത ക്രൈമിയ പെനിൻസുല, തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്, കരിങ്കടലിലേക്കുള്ള റഷ്യയുടെ കവാടമാണ്. അപ്പൊ അവിടെ അത് തീർച്ചയായും റഷ്യയുടെ കൈവശം തന്നെയാണ്. ഈ യുദ്ധത്തിൽ പിടിച്ചെടുത്തതല്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ ചർച്ചയിൽ ക്രൈമിയ വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇനി മോസ്കോയിൽ വെച്ച് ചർച്ച നടന്നാലും ക്രൈമിയയുടെ കാര്യത്തിൽ യാതൊരു നീക്കുപോക്കുമില്ല എന്നത് തന്നെയാവും പുടിന്റെ നയം. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ വീണ്ടും ചില പ്രവിശ്യകൾ, സപ്രോഷ്യ പ്രവിശ്യ, ഖേർസൺ പ്രവിശ്യ, ഇതെല്ലാം ഇതിന്റെയൊക്കെ സിംഹഭാഗവും റഷ്യ കൈവശപ്പെടുത്തി കഴിഞ്ഞു. എന്താണ് അതിന്റെ ഭാവി? തീർച്ചയായും ചിന്തിക്കേണ്ട കാര്യമാണ്. ചുരുക്കത്തിൽ ഉക്രൈന്റെ നിലവിലെ ഭൂമിയുടെ ഏതാണ്ട് 20% ഇപ്പോൾ റഷ്യയുടെ കൈവശമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തൊന്നും കേൾക്കുന്നില്ല, ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു രീതിയിലുമുള്ള സംസാരം കേൾക്കുന്നില്ല എന്ന് ഓർക്കണം. പക്ഷേ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ why did Putin accept Trump's proposal to have the negotiation in the American soil? പ്രത്യേകിച്ച് റഷ്യയുടെ കൈവശം 1867 മുതൽ റഷ്യയുടെ കൈവശം ഇല്ലാതിരുന്നതും അമേരിക്ക വാങ്ങിയെടുത്തതുമായി കേവലം $7 മില്യൺ സാർ ചക്രവർത്തിമാരുടെ കയ്യിൽ നിന്നും അമേരിക്കൻസ് അലാസ്ക എന്ന റഷ്യയുടെ ഭൂമി വാങ്ങിയെടുത്തത്, അന്നത്തെ റഷ്യയുടെ ഭൂമി വാങ്ങിയെടുത്തത്. അപ്പൊ നമുക്ക് അറിയാമല്ലോ, ബെറിംഗ്
കടലിടുക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് റഷ്യയുടെ സൈബീരിയ മേഖലയാണ്, വ്ളാഡിവോസ്റ്റോക്ക് മേഖലയാണ്. അതിന് കിഴക്കാണ് ഈ പറയുന്ന ഒരു ബെറിങ് സ്ട്രെയിറ്റ്. ആ കടലിടുക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ഒരു ഭൂമിയാണ്, മഞ്ഞുറഞ്ഞു കിടക്കുന്ന ഭൂമിയാണ്, അലാസ്കയാണ്. അപ്പോൾ ആ അലാസ്ക അമേരിക്കയുടെ ഏറ്റവും വലിയ സംസ്ഥാനം കൂടിയാണ്, ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള സംസ്ഥാനമാണ് അലാസ്ക. അത് മാത്രമല്ല അമേരിക്കൻ മെയിൻലാൻഡുമായി ടെറിട്ടോറിയൽ കണ്ടിന്യൂറ്റി ഇല്ലാത്ത രണ്ട് സംസ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് ഹവായി സംസ്ഥാനം, പസഫിക് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഹവായി എന്ന ദ്വീപ സമൂഹം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഏറ്റവും വലിയ ഭൂമി എന്ന് പറയുന്ന ധാതുക്കൾ, ലവണങ്ങൾ എല്ലാമുള്ള ഒരു ഭൂമിയാണ് അലാസ്ക. അമേരിക്കയ്ക്ക് അത് വലിയ നേട്ടമാണ്. അവിടെ വെച്ചാണ് പുടിൻ, അതിന്റെ തലസ്ഥാനത്ത് വെച്ചാണ് ചർച്ച നടന്നത് എന്നത് പ്രത്യേക കൗതുകമാണ്. അതുകൊണ്ട് ഒരു പരിധിവരെ ഈ റഷ്യക്കും കൂടെ സ്വീകാര്യമാകുന്ന അമേരിക്കൻ ടെറിട്ടറി, ഇതൊക്കെ മഞ്ചുരുകാൻ ഒരു പ്രത്യേക കാരണം തന്നെയാണ്. എന്നാൽ അലാസ്കയിൽ വെച്ച് നടന്ന ആ ചർച്ച അമേരിക്ക എങ്ങനെയാണ് കണ്ടത്? റഷ്യ കണ്ടത് ഞാൻ പറഞ്ഞു, കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് കണ്ടത്. റഷ്യ ഒന്നും തന്നെ വിട്ടു പറഞ്ഞില്ല. സംയുക്ത സമ്മേളനത്തിലും പുടിൻ, അതിനുശേഷം പുടിൻ നടത്തിയ വാക്കുകളിൽ പുടിൻ ആദ്യം സംസാരിച്ചെന്ന് ഓർക്കണം. സാധാരണ അമേരിക്കയുടെ മണ്ണിൽ ഒരു വിദേശ രാജ്യത്തലവൻ വന്ന് ഉഭയകക്ഷി ചർച്ചകൾ പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം സംസാരിച്ചു തുടങ്ങുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. ട്രംപ് പ്രത്യേകിച്ച് ഏറെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്, ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ വിലസി നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ആദ്യ ഊഴം വന്നത്, നൽകപ്പെട്ടത് പുടിനാണ്. പുടിൻ വ്യക്തമായി പറഞ്ഞു, റഷ്യക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്. ഈ യുദ്ധത്തിലേക്ക് റഷ്യ വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. അതിന് പിന്നിൽ നെയ്റ്റോ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി തന്നെയാണ്. അത് നിലനിൽക്കെ ഇപ്പോൾ എല്ലാം മറത്തു പുറത്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് ആത്യന്തികമായ ഒരു ചർച്ച ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ റഷ്യയുടെ ആശങ്കകൾ, റഷ്യയുടെ കൺസേൺസ് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അടുത്ത റൗണ്ട് മോസ്കോയിലേക്ക് പെട്ടെന്ന് നാടകീയമായി ക്ഷണിക്കുകയാണ് പുടിൻ. പക്ഷെ അതൊരു പക്ഷേ ട്രംപിന് ഒരു ചെറിയ ഞെട്ടൽ പോലെയാണ് ഉണ്ടായത്. പക്ഷെ സമയത്ത് വീണ്ടെടുത്തുകൊണ്ട് അത് പൂർണ്ണമായും സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ തയ്യാറായില്ല. അതുകൊണ്ട് മോസ്കോയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരിടത്ത് റഷ്യ ആതിഥ്യം അരുളുന്ന ഒരു ചർച്ച ഉണ്ടാകും. അതിന്റെ തീയതി നമുക്കറിയില്ല ഇപ്പോൾ. അത് നല്ല കാര്യം. അമേരിക്കയിലേക്ക് ഒന്ന് വരികയാണ്. അമേരിക്കയുടെ കൺസേൺസ് എന്താണ്? യഥാർത്ഥത്തിൽ ഒരു കൺസേണും ഇല്ല എന്നതാണ് വാസ്തവം. ഇത് യൂറോപ്യൻ സമൂഹത്തിന്റെ കൺസേൺ ആയിരുന്നു. ഉക്രൈനിലേക്ക് റഷ്യൻ സൈന്യം ഇരച്ചു കയറിയപ്പോൾ യൂറോപ്പിന്റെ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ യൂറോപ്പിലെ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഇങ്ങനെയുള്ള ഇംഗ്ലണ്ട്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കാണ് ഭീഷണി തോന്നേണ്ടതും അങ്ങനെ തന്നെയാണ്. അവർ അമേരിക്കയുടെ സഹായം തേടി അമേരിക്ക റെഡിയായിട്ട്, ബൈഡന്റെ കാലത്താണ് സംഭവിച്ചത്. ബൈഡൻ റെഡിലി ആ ഹെൽപ്പ് ഓഫർ ചെയ്തു. ഇപ്പോൾ ട്രംപിന്റെ ഭാഷ്യം, ബൈഡനാണ് യുദ്ധത്തിന്റെ ഉത്തരവാദി, പുടിനല്ല, ബൈഡനാണ്. തന്റെ മുൻഗാമിയായ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനാണ് യുദ്ധത്തിന്റെ ഉത്തരവാദി. അതുകൊണ്ട് ബൈഡൻ ചെയ്ത തെറ്റ് താനിതാ തിരുത്തുന്നു. പക്ഷെ തിരുത്തുമ്പോൾ ചില പൊളിറ്റിക്കലി കറക്റ്റ് വാക്കുകൾ കൂടി പറയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞു, ഉക്രൈന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങളൊരു തീരുമാനത്തിലെത്തൂ. അത് മാത്രമല്ല, ഞങ്ങളോടൊപ്പം എന്നും നിൽക്കുന്ന യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ, പ്രത്യേകിച്ച് നെയ്റ്റോ സഖ്യകക്ഷികളുടെ, പടിഞ്ഞാറൻ യൂറോപ്പിലെ ശക്തരായ നെയ്റ്റോ പങ്കാളികളുടെ താല്പര്യം കൂടി, സുരക്ഷാ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാവും ഞങ്ങൾ ചർച്ച അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇനി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്താണ്? നിരന്തരമായ ചർച്ചകൾ, അടുത്ത ഏതാനും ആഴ്ചകൾ നിരന്തരമായ ചർച്ചകൾ ഉണ്ടാകും. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലും, അമേരിക്കയും ഉക്രൈനും തമ്മിലും. ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിടുവ ഉണ്ടായാൽ ഈ സമയത്ത്, അത് റഷ്യൻ പ്രസിഡന്റ് പറയുകയും ചെയ്തു, പുടിൻ പറയുകയും ചെയ്തു, എനി സ്റ്റേറ്റ്മെന്റ് ഫ്രം സെലൻസ്കി, എനി സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ പാർട്ട് ഓഫ് ഐദർ യൂറോപ്യൻ കൺട്രീസ് ഓർ ഉക്രൈൻ will undermine this process, will derail this peace process എന്ന് പറയുക കൂടി ചെയ്തു. അതുകൊണ്ട് ആദ്യം അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, ദയവായി മിണ്ടരുത്, എങ്ങനെയെങ്കിലും ഞാനൊരു നോബൽ സമ്മാനം നേടിക്കൊള്ളട്ടെ, സമാധാനത്തിന് എൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവലെങ്കിലും വേണ്ടേ, ഞാനിങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാൻ ഓടി നടക്കുകയാണ്. ഒരിടത്ത് പിടിച്ചു കെട്ടാൻ നോക്കുന്നു, മറ്റിടത്ത് അയഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അല്ല എങ്കിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം എല്ലാം തന്നെ പരിഹരിച്ചു എന്ന് എനിക്ക് പറയുമ്പോഴും ശാശ്വതമായ ഒന്നും എനിക്ക് കാട്ടാനാവുന്നില്ല. പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധം പോലും പരിഹരിച്ചു എന്ന് ക്ലെയിം ചെയ്യുന്നതല്ലാതെ, തന്റെ 6 മാസത്തെ പ്രസിഡൻസിയിൽ, 6 മാസത്തെ പ്രസിഡൻസിയിൽ 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, ഇത് 7ാമത്തെ യുദ്ധമാണ് എന്നൊക്കെ എനിക്കൊന്ന് തട്ടിവിടണമെങ്കിൽ നിങ്ങളൊന്ന് സഹകരിക്കണം, നിങ്ങൾക്ക് എന്ത് കൺസെഷനും ചെയ്യാം.
ഈ രീതിയിലുള്ള സംഭാഷണമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ പുടിന്റെ അല്ല ട്രംപിന്റെ ഒരു ഒരു പ്രസ്റ്റീജിന്റെ വിഷയമായി യൂറോപ്യൻ യൂണിയൻ ഇത് കാണേണ്ടതില്ല. പക്ഷേ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും തലയൂരേണ്ടത് ആവശ്യമാണ്. അവർക്ക് എണ്ണ ആവശ്യമുണ്ട്, പ്രകൃതിവാതകം ആവശ്യമുണ്ട്. റഷ്യയുടെ കയ്യിൽ നിന്നാണ് പരമ്പരാഗതമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, കഴിഞ്ഞ ഒരു ശീതയുദ്ധാനന്തരം റഷ്യൻ ഓയിലാണ് യൂറോപ്യൻ വിപണികളിൽ വ്യാപകമായി വന്നിരുന്നത്, ഹൈഡ്രോ കാർബൺ. അപ്പൊ ക്രൂഡ് ഓയിൽ വിപണി ഇപ്പോൾ അടച്ചിട്ടു എന്ന് തോന്നാം. ഇപ്പോഴും രഹസ്യമായി ചില കാര്യങ്ങളുണ്ട്. അതായിരുന്നല്ലോ ഇന്ത്യ ഉയർത്തിയ വിഷയം. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ തന്നെ റഷ്യയുടെ രാസവളം, മറ്റു ചില ഉൽപ്പന്നങ്ങൾ, എണ്ണ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, എന്നിട്ട് പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരിക്കെ ഇന്ത്യയുമായുള്ള റഷ്യയുടെ കച്ചവടം മ്ലേച്ഛമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധിക തീരുവ ചുമത്തുന്ന ഒരു ഇരട്ടത്താപ്പ്, അതിനെതിരെയാണല്ലോ ഇന്ത്യ പ്രതികരിച്ചത്. അപ്പം റഷ്യയിൽ നിന്നും തുടർന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. ചൈനയെ കയറൂരി വിടാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ആഗ്രഹിക്കില്ല. റഷ്യയെ ചങ്ങാത്തത്തിൽ എടുത്തുകൊണ്ട്, കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ചൈന ഫാക്ടർ ഒന്ന് നെഗേറ്റ് ചെയ്യുക. ആത്യന്തികമായി റഷ്യയും ചൈനയും സുഹൃത്തുക്കളാണ് എന്നും അവർക്കറിയാം. പക്ഷെ അതൊന്ന് നെഗേറ്റ് ചെയ്യുക. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ലോക വിപണികളിൽ നിറയുന്നത് അംഗീകരിക്കാനാവില്ല യൂറോപ്പിനും. അതുകൊണ്ട് റഷ്യയെ പൂർണ്ണമായി ശത്രുപക്ഷത്ത് നിർത്തുന്നതിനോട് യൂറോപ്പിനും താല്പര്യമില്ല. അതുകൊണ്ട് റഷ്യ ആഗ്രഹിക്കുന്ന ചില സുരക്ഷാ ഉറപ്പുകൾ നൽകാൻ നെയ്റ്റോയിൽ ഉക്രൈനെ ചേർക്കില്ല എന്ന ഉറപ്പ് മതിയാകും. അതാണ് പ്രധാനപ്പെട്ട ഉറപ്പ്. ആ ഉറപ്പെങ്കിലും ലഭിച്ചില്ല എങ്കിൽ പുടിൻ ഒരിക്കലും പിന്മാറാനാവില്ല, മുഖം രക്ഷിക്കാനാവില്ല. അതോടൊപ്പം സാധിക്കുമെങ്കിൽ ചില ടെറിട്ടറീസ്, ഉക്രൈന്റെ ചില പ്രദേശങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില പ്രദേശങ്ങൾ കൂടി വിട്ടുകൊടുക്കാൻ ഉക്രൈനെ പ്രേരിപ്പിക്കേണ്ട ചുമതല ഇപ്പോൾ അമേരിക്കയ്ക്കല്ല, യൂറോപ്യൻ സമൂഹത്തിന്റെ ചുമലിൽ വന്നു വീണിരിക്കുന്നു. അതവരെ ചെയ്യുമോ എന്ന് മറ്റൊരു കാര്യം. അതോ അമേരിക്കയും റഷ്യയും തമ്മിൽ നടത്തിയ ചർച്ച ഞങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെ കർശനമായി എതിർക്കുന്നു. ഇതുവരെ അങ്ങനെ പ്രസ്താവനയൊന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷേ സൗദി അറേബ്യയിൽ വെച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ചർച്ച, അതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ അസംതൃപ്തരായിരുന്നു. ഉക്രൈന് പങ്കാളിത്തമില്ലാത്ത, യൂറോപ്യൻ സമൂഹത്തിന് പങ്കാളിത്തമില്ലാത്ത റഷ്യ അമേരിക്കൻ ചർച്ചകൾ ഉക്രൈന്റെ മേൽ നടത്തുന്നത് യാതൊരു രീതിയിലും അംഗീകരിക്കില്ല എന്ന നിലപാടായിരുന്നു യൂറോപ്യൻ സമൂഹത്തിന്. ഒരിക്കൽ കൂടി ആ നിലപാട് എടുക്കുമോ നോക്കിക്കാണേണ്ട കാര്യമാണ്. അങ്ങനെ എടുക്കില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ സഹകരിക്കും. ഇനി സഹകരിക്കാനുള്ളത് ഏറ്റവും നിർണായക രാജ്യമാണ്, ഉക്രൈനാണ്. ഇപ്പോൾ ഇതാ ചർച്ചകൾ ഈ രൂപത്തിൽ എത്തി നിൽക്കുന്നു. അടുത്ത റൗണ്ട് മോസ്കോയിൽ നടന്നേക്കാം. ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ആത്യന്തികമായി കരാറൊപ്പിടാൻ ഒരു പക്ഷേ റഷ്യ തയ്യാറാവില്ല. അവസാന റൗണ്ട് ചർച്ചയിൽ ഉക്രൈനെ കൂടെ പങ്കെടുപ്പിക്കേണ്ടി വരുമല്ലോ. കാരണം ഉക്രൈൻ ആണല്ലോ വിഷയം, ഉക്രൈന്റെ ഭൂമിയാണല്ലോ വിഷയം. അതുകൊണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി ആ കസേര വിട്ടൊഴിയണമെന്ന് റഷ്യ പറയില്ലായിരിക്കാം. പക്ഷെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണകൂടം, ഉക്രൈനിയൻ ജനത ആഗ്രഹിക്കുന്ന ഭരണകൂടം ഉക്രൈനിൽ വരണം. അതിനുശേഷമായിരിക്കാം ആത്യന്തികമായ ഉടമ്പടി ഒപ്പുവെക്കപ്പെടുക. ഈ നിർദ്ദേശം ഒരുപക്ഷെ പുടിൻ വച്ചേക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ട്രംപിന് ഭഗീരഥ പ്രയത്നം നടത്തേണ്ടി വരും. മിസ്റ്റർ സെലൻസ്കി, ദയവായി വാതുറക്കരുത്, മിണ്ടരുത്, ഞങ്ങൾ സെറ്റപ്പ് ആക്കിക്കൊള്ളാം. എങ്ങനെയെങ്കിലും താങ്കൾക്ക് മുഖം രക്ഷിക്കാൻ ഒരവസരം നൽകത്തക്ക രീതിയിൽ താങ്കളുടെ താല്പര്യങ്ങൾ പറയൂ. ചെറിയ രീതിയിൽ ഭൂമിയൊക്കെ ഒന്ന് വിട്ടുകൊടുത്ത് അതൊക്കെ സെറ്റപ്പ് ആക്കുകയല്ലേ ബുദ്ധി. നിങ്ങളുടെ മിനറൽസ് ആൻഡ് മെറ്റൽസ് ഒക്കെ ഞങ്ങൾ വാങ്ങിയെടുത്തില്ലേ, നിങ്ങൾക്ക് നൽകിയ സുരക്ഷാ ചിലവുകൾ, ഇതെല്ലാം ആ മിനറൽസ് ആൻഡ് മെറ്റൽസ് ഡീലിലൂടെ നമ്മൾ സെറ്റപ്പ് ആക്കിയതല്ലേ. അതുപോലെ ഒരു ചെറിയൊരു ഭൂമി, അവർ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളല്ലേ, വിട്ടുകൊടുത്തുകൂടെ? ഇനി സെലൻസ്കിയുടെ മനസ്സിൽ കൂടി ഒരു യാത്ര നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഉക്രൈനിയൻ ജനത വലിയ വീരയോദ്ധാവായി, ആദ്യം കോമാളിയായും, അതായത് കോമാളിയായ ഒരാൾ പ്രസിഡന്റ് പദത്തിലേക്ക്, ജനകീയനാണ് പക്ഷെ കോമാളിയാണ്, പിന്നെ TV-യിൽ അദ്ദേഹം കൊമേഡിയനായിട്ട് അറിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഉക്രൈനിയൻ ജനത തയ്യാറായി. തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തിന് വലിയ മാൻഡേറ്റ് ആണ് ഉണ്ടായത്. റഷ്യക്കെതിരെ പിടിച്ചു നിന്ന ഉക്രൈനിയൻ നേതാവ് മറ്റാരെങ്കിലും ആണെങ്കിൽ ഒന്ന് കണ്ടു ചിമ്മിയനെ. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടെ നിർത്തി അമേരിക്കയുമായി ശക്തമായി വിലപേശി റഷ്യക്കെതിരെ ഇതുവരെ പിടിച്ചു നിന്നു. റഷ്യക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടത്തി വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ഉക്രൈനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉക്രൈൻ സേനയുടെ ആത്മവീര്യം നിലനിർത്താൻ, ഉക്രൈനിയൻ ജനതയുടെ ഒരു വീര്യം നിലനിർത്താൻ വൊലോദിമിർ സെലൻസ്കിക്ക് ഇതുവരെ സാധിച്ചു. ദുർബലതകൾക്കിടയിലും പിടിച്ചു നിൽക്കാനായി. അതുകൊണ്ട് ഉക്രൈനിയൻ ജനത വൊലോദിമിർ സെലൻസ്കിയെ പെട്ടെന്ന് അവരുടെ പ്രത്യേക താല്പര്യത്തിന് വേണ്ടി
പെട്ടെന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുമോ? അത് മാത്രമല്ല, ജനങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ അവസാന നിമിഷം വരെ പല്ലും നഖം ഉപയോഗിച്ച് പോരാടും, യൂറോപ്യൻ യൂണിയനും അമേരിക്കയും സഹകരിക്കുന്നില്ലെങ്കിൽ പോലും റഷ്യക്കെതിരെ അവസാന നിമിഷം വരെ ഞങ്ങൾ പിടിച്ചു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉക്രൈനിയൻ ജനതയുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള വികാര വിക്ഷോഭങ്ങൾ കൂരിയിടാൻ ഒരു പക്ഷേ വൊലോദിമിർ സെലൻസ്കി ശ്രമിച്ചു കൂടായികയില്ല. പക്ഷെ അതൊന്നും പൂർണ്ണമായി വിജയിക്കില്ല. കാരണം ഉക്രൈനിയൻ ജനത എന്ത് പറഞ്ഞാലും ശരി, ബിഗ് പവർ റൈവൽറിയുടെ ഇര മാത്രമാകുന്നു ഉക്രൈൻ. എന്ത് ധാരണയിൽ എത്തിച്ചേർന്നാലും ഉക്രൈന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു എന്ന് പുറമേ പറയുമ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് ഉക്രൈൻ മാത്രമായിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ പൊടിയും തട്ടി കൈ കഴുകി പോകും. അവസാനം ഉക്രൈന് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഒരുപക്ഷെ സെലൻസ്കിക്ക് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നുകൊണ്ട് ഉക്രൈന്റെ അഭിമാനം ഒരു പരിധിവരെ വ്രണപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ PR വർക്കിലൂടെ, പബ്ലിക് റിലേഷൻസ് വർക്കിലൂടെ ഉക്രൈനും റഷ്യയും സമാധാനമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്ന പരസ്യവാചകം അത് മതിയാകും ഒരുപക്ഷെ സമാധാനിക്കാൻ. ഇത് ലോകത്തിന് സമാധാനിക്കാം. പക്ഷേ ഉക്രൈനിയൻ ജനതയ്ക്ക് ആത്യന്തികമായി ഈ ഡീൽ നഷ്ടം തന്നെയായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് ഈ വീഡിയോ എന്ന് ചോദിച്ചാൽ, ഇന്ന് ഉക്രൈന് സംഭവിക്കുന്നത് നാളെ ഏതൊരു യൂറോപ്യൻ രാജ്യത്തിനും സംഭവിക്കാം. ഒരു രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കാൻ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിനോ ജനങ്ങൾക്കോ അവകാശമില്ലാത്ത ലോകക്രമത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപകടകരമായ ലോകക്രമത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു കാര്യം, റഷ്യയും അമേരിക്കയും കൂടെ തീരുമാനിച്ചാലോ, അതിൽ ഇന്ത്യക്ക് പങ്കാളിത്തമില്ല എന്ന് വന്നാലോ? അതുകൊണ്ട് പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കുന്നത് പോലെ ആകരുത് ലോകരാജ്യങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ, ചെങ്കോട്ടയിൽ നിന്നുള്ള പ്രഭാഷണത്തിൽ സെൽഫ് റിലയൻസിന്റെ ആവശ്യകത ഏറെ ഊന്നി പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ സെക്യൂരിറ്റി പാരഡൈംസുമായി ബന്ധപ്പെട്ട മാറി വരുന്ന ചിന്തകൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കും. അത് കാണണമെന്ന് താല്പര്യപ്പെടുന്നു. തീർച്ചയായും അങ്ങനെ ഒരു ലോകക്രമത്തിലെ മാറ്റം, ഓരോ രാജ്യങ്ങളും മാറി ചിന്തിക്കാൻ ഉക്രൈൻ റഷ്യ സ്റ്റാൻഡ് ഓഫ് വിത്ത് അമേരിക്കൻ ഇനിഷ്യേറ്റീവ് ഇത് കാരണമാകുന്നു എന്ന ഒരു ഒബ്സർവേഷനോട് കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.